ഗേസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കാണ് കേട്ടോ കാണിക്കുന്നത്. വളരെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക്. സോ ഞാനിവിടെ വെയർ ചെയ്യുന്നത് ഈ ഒരു ജീൻസിൻ്റെ സ്കേർട്ടും അതുപോലെ തന്നെ ഈ ക്രോപ്പ് ടോപ്പും ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ മേക്കപ്പ് ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോ ഫൗണ്ടേഷൻ, നോ കോമ്പാക്ട് പൗഡർ, നോ പ്രൈമർ, ഇതൊന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ഞാൻ കുറച്ച് കൺസീലറാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് അത്യാവശ്യം ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫേസിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളിടത്തും അതുപോലെ തന്നെ എവിടെയെങ്കിലും ഡാർക്ക് സ്പോട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ജസ്റ്റ് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം ഈ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമ്മുടെ മേക്കപ്പിനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കൺസീലർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഒരു മേക്കപ്പ് ലുക്ക് മാത്രമായിരിക്കും നമുക്കിവിടെ ഒരു ഫിനിഷിങ്ങിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എങ്കിൽ മേക്കപ്പ് ലുക്ക് ഒരുപാട് ഹെവി ആയിട്ടുള്ളത് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ നമുക്കൊന്ന് എവിടേക്കാണ് ഓയിലി ആവുന്നത് ആ ഒരു ഏരിയയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടാൽക്കം പൗഡർ, ഇനി അത് യൂസ് ചെയ്യാത്തവരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കയ്യിലുണ്ടായിരുന്ന ഒരു ടാൽക്കം പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് കണ്ണെഴുതി കൊടുക്കാം അല്ലേ. കണ്ണെഴുതിയില്ലെങ്കിൽ മേക്കപ്പ് ലുക്കിന് ആ ഒരു ഫിനിഷിങ് ആ ലുക്ക് എന്തായാലും കിട്ടില്ലല്ലോ. സോ എൻ്റെ അത്യാവശ്യം വലിയ കണ്ണുമാണ്. അപ്പോൾ കണ്ണെഴുതിയില്ലെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവില്ല. സോ നമുക്ക് കണ്ണെഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഐലൈനർ യൂസ് ചെയ്യുന്നില്ല, കാജൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണിലെ താഴത്തെ പോർഷനിലും മുകളിലത്തെ പോർഷനിലും നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണൊന്ന് മുകളിൽ എഴുതുമ്പോൾ കണ്ണൊന്ന് വിടർന്നിരിക്കുന്നതായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടും. സോ നമുക്ക് അത്യാവശ്യം വലിയ കണ്ണൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് കണ്ണിലും നമുക്ക് കണ്ണെഴുതി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നല്ല ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കാജൽ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ദെൻ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഐ ഷാഡോ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ഇവിടുന്ന് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓറഞ്ച് അല്ല ബ്രൗണും അല്ലാത്തൊരു ഷെയ്ഡ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് എൻ്റെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരുടെയും കയ്യിൽ കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ തന്നെ. ദെൻ അതിന് ശേഷം നമുക്ക് ഒരു മസ്കാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു മസ്കാരയാണ്, വോളുമൈസിങ് മസ്കാരയാണ്. അപ്പോൾ അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതാവുമ്പോൾ നമ്മുടെ ഐലാഷസ് ഒക്കെ നല്ല വോളുമൈസ് ആയിട്ട് തോന്നും. അതുപോലെ തന്നെ കണ്ണൊക്കെ നല്ല വിടർന്നിരിക്കുന്നതായിട്ട് ഫീൽ ചെയ്യും കേട്ടോ. സോ രണ്ട് കണ്ണിലും നമുക്ക് മസ്കാര ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കണ്ണൊന്ന് വിടർന്നിരിക്കും. നമ്മുടെ മേക്കപ്പ് ലുക്കിൽ എപ്പോഴും കുറച്ച് അട്രാക്റ്റീവായിട്ട് നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മളിവിടെ സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് രീതി മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ അങ്ങനെ മസ്കാര ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഡിഫറൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ദെൻ നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ലിപ്പ് ലൈൻ ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ല ബെറ്റർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ലിപ്പ് ലൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ലിപ്പിൻ്റെ കറക്റ്റ് സൈസ് ആ ഒരു ഏരിയയിൽ മാത്രമായിട്ട് ലിപ്പ് ലൈൻ ചെയ്യുക. ചിലർ ഓവറായിട്ടൊക്കെ ലിപ്പ് ലൈൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ടേ നമുക്കത് തോന്നുള്ളൂ കേട്ടോ. സോ നമ്മുടെ ലിപ്പിന് അനുസരിച്ചുള്ള ആ ഒരു ഏരിയയിൽ മാത്രമേ ലിപ്പ് ലൈൻ കൊടുക്കാവുള്ളൂ. ദെൻ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ മാസിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ലിപ്പ് ലൈനിന് ചേരുന്ന ഒരു അതിനോട് മാച്ച് ആവുന്ന ഒരു കളറാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ലൈറ്റ് വെയ്റ്റും ആണ്. സോ നമുക്ക് അധികം അങ്ങോട്ട് ഓവറായിട്ട് എടുത്ത് നിൽക്കാത്ത ഒരു ഷെയ്ഡുമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മേക്കപ്പ് ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് ലുക്ക് ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ ഇത് ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. ദെൻ നമുക്ക് ലിപ്സ്റ്റിക്ക് ആണെങ്കിൽ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്ലഷ് യൂസ് ചെയ്യാം. ഞാനിവിടെ സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ദെൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ആ ഒരു ചീക്കിൻ്റെ ഏരിയയിലും പിന്നെ നമ്മുടെ താടിയുടെ ആ ഒരു ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ദെൻ
ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നുന്നൊരു മെത്തേഡ് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ. സോ ഫിംഗേഴ്സ് വെച്ചിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഒരു ലുക്ക് ഫിനിഷ് ആയിട്ടില്ല. നമ്മൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വിട്ടുപോയി, ഐബ്രോ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാം. ഞാൻ ഇവിടെ മാർസിൻ്റെ ഐബ്രോ പാലറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഹെവി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ലൈറ്റായിട്ട് നമ്മുടെ ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. എൻ്റെ ഐബ്രോസ് ഓൾറെഡി നല്ല ബ്ലാക്ക് കളേഴ്സാണ്. സോ നമുക്ക് ഇനിയും ബ്ലാക്ക് എടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ബോറായിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ലൈറ്റ് ബ്രൗൺ കളേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് ഫില്ല് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. സോ അത് കഴിഞ്ഞു, നമ്മുടെ ഐബ്രോസ് ഓക്കെയാണ്. ദെൻ ഒരു പൊട്ട് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ് കേട്ടോ. അതെ നോക്ക്, നമുക്ക് ഒട്ടും മേക്കപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറയില്ല, ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്സ് ആണ്. അപ്പോൾ ഇങ്ങനെ മേക്കപ്പ് അധികം ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ എനിക്ക് ഈ ഒരു ലുക്ക് ചെയ്യാം. ദെൻ ഈ ഒരു ഫുഡ് വെയർ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് ഫെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.